കനിവ് കാരമുക്ക് കരുതലിന്റെ കൂട്ടായ്മ മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പദ്ധതിയിലേക്ക് 85,000 രൂപയുടെ ഉപകരണങ്ങളും സഹായം കൈമാറി. ബീന സേവ്യർ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൽജി ഷാജു, മെമ്പർമാരായ കവിത രാമചന്ദ്രൻ, ജിൻസി മരിയ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കേതുൽ പ്രമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, MV അരുൺ, സുധീർ പൊറ്റേക്കാട്ട്, ധനമോൻ മടത്തിപ്പറമ്പിൽ, ജോജു തൈക്കാനത്ത്, വടക്കേക്കാരമുക്ക് വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, TJ ദേവസി, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾക്ക് ഡയപ്പർ, എയർബഡ്, കൊളോസ്റ്റമി ബാഗ്, കട്ടിൽ, അർബുദ രോഗികൾക്ക് ധനസഹായം എന്നിവ കൈമാറി. പഞ്ചായത്തിനെ സഹായിക്കാൻ പറ്റുന്നതിൽ നിന്നുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ അതിൽ സഹായിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായിട്ട് വേണ്ടിവരുന്ന സാധനങ്ങൾ ഇപ്പോൾ ചാരിറ്റി സംഘടനകളായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ടാണ് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു തീർക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. എനിക്ക് തോന്നുന്നു മള്ളു പഞ്ചായത്തിലെ പാലിയേറ്റീവ് വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപിടിക്കുന്ന ഒന്നാണ്. വേറെ വാക്കുകൾക്ക് അതിന് സ്ഥാനമില്ല. അപ്പൊ ആ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ പാലിയേറ്റീവ് വിഭാഗത്തിന് ഇവിടെ കൊടുക്കുന്ന ഈ എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് വിഭാഗം ഒന്നും കൂടി ശക്തിപ്പെടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ HI ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ ദേവസ്യവറും അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം എന്താ പറയണ്ടേ, ഒരു സഹായം ഇതിൽ നിന്ന് ഒഴുകിയെത്താന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നവർക്ക് വീണ്ടും അതിലേക്ക് എന്താ പറയണ്ടേ ഒരു പ്ലസ് എനർജിയാണ്